മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്നും മാത്രമല്ല കുതുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണെന്നാണ് ഷെയ്ഖുന ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറവുൽ അസീസ് തങ്ങൾ മൂപ്പരെ പറ്റി എപ്പോഴും പറയും. കുതുബീങ്ങളിൽപ്പെട്ട ഒരു മഹാൻ എന്ന് പറയാൻ കാരണം കുതുബീങ്ങൾ പല ആയിട്ടാണ്, അവർ പല വിഭാഗങ്ങളുമാണ്. കുത്തുബുൽ അഖ്താബ് ഉണ്ടാവും, കുത്തുബുൽ സമാൻ ഉണ്ടാവും, കുത്തുബുൽ ഖറിയ ഉണ്ടാവും. അപ്പോൾ മൂപ്പര് പറയലുണ്ട്, ഞാനത് ഏത് വകുപ്പിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് പറയാനറിയാത്തതുകൊണ്ടല്ല, അത് ഞാൻ പറയണില്ല. മൂപ്പര് കുത്തുബീങ്ങളിൽപ്പെട്ട വലിയൊരു മഹാനാണെന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമായ ഖദ്ദസല്ലാഹു സിറവുൽ അസീസ് എപ്പോഴും പറയാറുണ്ട്. ഇനി വരക്കൽ മുല്ലക്കോയ തങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങൾ എനിക്കും പറയാൻ കഴിയും. ഞാൻ പിന്നെ പലരിൽ നിന്ന് അത് അനുഭവിച്ചറിഞ്ഞ് കേട്ട പലരിൽ നിന്നുള്ള അത്ഭുതങ്ങൾ. പക്ഷേ ഒരു വലിയനെ അല്ലെങ്കിൽ ഒരു ഖുതുബിനെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടത് അവരെ ഹിസ്സിയായ കറാമത്തുകളെ കൊണ്ടല്ല. ഹിസ്സിയായ കറാമത്തുകൾ ഉണ്ടാവാം. കറാമത്ത് രണ്ട് ജാതിയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? മാനവിയായ കറാമത്താണ്. മാനവിയായ കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തിൻ്റെ മേലിലൊരു മനുഷ്യനിക്ക് നിന്നു പോരാൻ സാധിക്കാം. അതുകൊണ്ടുള്ള മഹാന്മാർ പറഞ്ഞത് അൽ ഇസ്തിഖാമത്തു ദർജത്തുൻ ല യുതീഖഹ ഇല്ലൽ അകാബിർ. ഇസ്തിഖാമത്ത് ഒരു ഉയർന്ന പദവിയാണത്. ല യുതീഖഹ ഇല്ലൽ അകാബിർ. അത് സാധാരണക്കാർക്ക് അത് ഉണ്ടാക്കി തീർക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ വിശുദ്ധമാവുന്നതായ ഒരവസ്ഥ, അതാണ് ഇസ്തിഖാമത്ത്. അതുകൊണ്ടാണ് അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ലൻ യുതീഖഹ ഇല്ലൽ അകാബിർ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ നമ്മൾ അളക്കേണ്ട മാനദണ്ഡം മഹാനാവുന്ന ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞതുപോലെ നമ്മളെ ഈ തരീഖത്ത് എന്നുള്ളത് അത് വിശുദ്ധമായ ഖുർആനെയും തിരുസുന്നത്തിനെയും മഹാന്മാർക്കുള്ള അഖ്വാലുകൾ, അവർക്കുള്ളതായ അഹ്വാലുകൾ, അവരെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഈ ശറഇൻ്റെ യഥാർത്ഥ ശരീഅത്ത് എന്താണോ ആ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ തരീഖത്തിനെയും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം തരീഖത്ത് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്ഥാപിച്ച ഒരു സംഗതിയാണ്. റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ തരീഖത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹി തരീഖത്താണ് ഇവിടെ പഠിപ്പിച്ചത് സഹാബത്തിനിക്ക്. കാരണം ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ഒരാളെ സഞ്ചരിപ്പിക്കാം. ശറഈയാവുന്ന സർവ്വ ആദാബുകളും മര്യാദകളൊക്കെ ജീവിതത്തിൽ പകർത്തുന്നതായ ഒരു വിഭാഗം, അതാണുള്ള സഹാബത്ത്. ആ സഹാബത്ത് അവർ തരീഖത്തുള്ളവരുമായിരുന്നു. പക്ഷേ തരീഖത്ത് എന്താവണം? അത് ആ തരീഖത്തു വ ശരീഅത്തു മുതലാസിമാനി. തരീഖത്തും ശരീഅത്തും അത് പരസ്പര പൂരകങ്ങളാണ്. ലാ തഖൂലു, മഹാനാവുന്ന റിഫായി ഷേഖ് തങ്ങൾ പറഞ്ഞതുപോലെ, ലാ തഖൂലു കമാ യഖൂലു ബഅദു ഹാദിഹിൽ മുതസവ്വിഫ. ഈ സൂഫിയാക്കളാണെന്ന് അഭിനയിക്കണ ചില ആളുകൾ പറയുന്നത് പോലെ നിങ്ങൾ പറയരുത്. എന്താ? നഹ്നു അഹ്ലുൽ ബാത്തിൻ വ അൻതും അഹ്ലുൽ ളാഹിർ. ഞങ്ങൾ ബാത്തിൻ്റെ ആളുകളാണ്, നിങ്ങൾ ളാഹിറിൻ്റെ ആളുകളാണ്. അത് പറയാൻ പാടില്ല. തരീഖത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ശരീഅത്തിൻ്റെ ആളുകളാണ്. ശരീഅത്തിനോട് എതിരായി കൊണ്ടുള്ള ഏത് തരീഖത്തും അത് തള്ളപ്പെടേണ്ടതാണെന്നാണ്. അവ മഹാന്മാരാവുന്ന തരീഖത്തിൻ്റെ മശായിഖന്മാർ ഷെയ്ഖു ത്വായിഫത്ത് ജുനൈദുൽ ബഗ്ദാദിയെ പോലുള്ളവരൊക്കെ പറഞ്ഞതാണ്. ഒരുത്തൻ ആകാശത്ത് കൂടെ പറന്നു എന്ന് വെക്കുക, അവൻ ഭൂമിൻ്റെ മേലിൽ സഞ്ചരിച്ചു, സമുദ്രത്തിൻ്റെ മേൽ സഞ്ചരിച്ചു, വെള്ളത്തിൽ കൂടെ നടന്നു എന്ന് വെക്കുക. ഓ അഹിയൽ മൗത്ത, മരിച്ചവരവൻ അഹയാത്താക്കി എന്ന് വെക്കുക. എന്നാൽ തന്നെ അവനെ നീ പിൻപറ്റാൻ പാടില്ല, അവൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയല്ലെങ്കിൽ എന്നാ. അപ്പം ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി നടക്കണവനാണ് തരീഖത്ത്. പിന്നെ പല കള്ള തരീഖത്തുകൾ ഇവിടെ ഉണ്ട്. അവരിതിനെതിരായിട്ട് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ, അത് ഞാനിപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുകയല്ല. എല്ലാ ശരീഅത്തിൻ്റെ പലതിനും ദസ്സുകൾ, കടത്തിക്കൂട്ടലുകൾ വന്നു. പക്ഷേ ഈ കടത്തിക്കൂട്ടലുകളെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ഒരു ത്വായിഫത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവും.
ഇപ്പോൾ ഒരു നല്ലൊരു കിതാബ് ഇരുന്ന ഒരു മൗലവിക്ക് കുട്ടി വായിച്ചു കൊടുത്ത് കിതാബിൽ അത് ഇബാറത്ത് അച്ചടിയിൽ തെറ്റ് വന്നു പോയി നോക്കുക, എന്നാൽ തന്നെ ഉസ്താദിനത് മനസ്സിലാവുമല്ലോ. അവന് കിതാബുമായുള്ളതായ ആ മുമാറസത്ത് ദൗക്ക് കൊണ്ടിട്ട് അവിടെ വായിച്ചാൽ അവിടെ അങ്ങനല്ല, അച്ചടിയിൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയും, കിതാബ് നോക്കാതെ തന്നെ. എന്നതുപോലെ ഈ ഏതെല്ലാം ആളുകൾ ശരീഅത്തിലും തരീഖത്തിലുമായിട്ട് പലതും കടത്തിക്കൂട്ടാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. മഹാനാവുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരണപ്പെട്ടപ്പോൾ മൂപ്പരെ തലേൻ്റെ ചുവട്ടിൽ നോക്കിയപ്പോൾ വലിയൊരു കെട്ടി എഴുത്തുകളാണ് കിട്ടിയത്. ഇത് ശരീഅത്തിനോട് എതിരായ പലതും അവിടെ ഉണ്ടായിരുന്നു. ഇത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എന്തായും കൊണ്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി മൂപ്പരെ എതിരാളികൾ ശ്രമിച്ചതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ ദീനിൻ്റെ ഹിഫാളത്ത്, അതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു നിൽക്കും എന്തെങ്കിലും നിൽക്കുള്ള ഖലൽ ഈ ദീനിലേക്ക് വന്നുകൂടൂല. കാരണം എന്താ? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, ഹഖിൻ്റെ മേലിൽ എപ്പോഴും അതിൻ്റെ ഹഖനുസരിച്ച് പ്രവർത്തിക്കുന്ന, ഹഖിൻ്റെ മേലുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ തസവുഫിൻ്റെ പല കിതാബുകളിലും പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. പലതും ഈ കടത്തിക്കൂട്ടിയത് മനസ്സിലാക്കാതെ സൂഫിയാക്കളാണെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇരിക്കണവൻ അതിലുള്ള പലതും പറഞ്ഞ് കിതാബിൽ അങ്ങനെ ഉണ്ടല്ലോ. മഹാനാവുന്ന ഇമാം ഷഹറാനി തങ്ങൾ അവരെ കിതാബിൽ തരീഖത്തിനെ പറ്റി വിവരിച്ച പല കിതാബുകളിലും പലതും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് തെറ്റാണെന്ന് ഇൽമിലുള്ളതായ ആഴുള്ള പണ്ഡിതന്മാർക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരു അടിസ്ഥാനം പറഞ്ഞത്, തരീഖത്തിനോട് എതിരാവുന്ന ഏത് ശരീഅത്തിനോട് എതിരാവുന്ന ഏത് തരീഖത്തും അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പോൾ മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർ വലിയ മഹാനായിരുന്നു. അവരെ അളക്കേണ്ടത് അത് അത്ഭുതങ്ങളുണ്ടോ നോക്കിയിട്ടല്ല. അത്ഭുതങ്ങൾ പലർക്കും കാണിക്കാൻ കഴിയും, അതിന് വലിയ ആവണമെന്നില്ല, നബി ആവണമെന്നില്ല. കണ്ടില്ലേ, പല ഈ ജാലവിദ്യ കളിക്കണ പല ആളുകളുണ്ട്, അവർക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും. പിന്നെ അങ്ങനെ ശൈത്താനെ സേവിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. ഇബ്നു സയ്യാദ് പല അത്ഭുതങ്ങളും കാണിച്ചില്ലേ. റസൂല അവനെ കാണാൻ ചെന്നപ്പോൾ റസൂല പറഞ്ഞു, ഇന്നി ഖബഅതു ലക ഖബീഅൻ, ഇതാ ഒരു സംഗതി ഇതാ ഞാൻ രഹസ്യപ്പെടുത്തി വന്നിരിക്കുന്നു, ഇത് നിനക്ക് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവനത് പറയാൻ കഴിഞ്ഞില്ല, അവനത് മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല. ഇന്നമാ ഹുവ ദുഖു എന്ന് പറഞ്ഞു നിർത്തി, അതിൻ്റെ അപ്പുറമുള്ളത് പറയാൻ കഴിഞ്ഞില്ല. റസൂല പറഞ്ഞു, ഫലം തഅദു ഖദ്റക്, എടോ ഇവിടുന്ന് അങ്ങോട്ട് പേപ്പെട്ട് കയറാൻ എനിക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? അത് ശൈത്താനിയാവുന്ന ഇൽഖാകളെ ശൈത്താൻ തോന്നിപ്പിക്കണതാണ്. ആ ശൈത്താൻ തോന്നിപ്പിക്കുമ്പോൾ അത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഈ കയ്യിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചതെന്നല്ല, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചതും അള്ളാഹുവിൻ്റെ അമ്പിയാവിനും ഔലിയാനിക്കും കാണാൻ കഴിയും. ലോകത്ത് എവിടെ മറഞ്ഞു നിൽക്കണതും കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണില്ല. അതിനെ കാണാനുള്ളതായ പ്രത്യേകമാവുന്ന ഒരു ഇരായിയാവുന്ന മാധ്യമം അവരെ കൈവശമുണ്ട്. ആ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണാൻ വലിയാണെങ്കിൽ കഴിയും. അപ്പോൾ ആ വലിയ ആണെന്ന് വെക്കുക ഇബ്നു സയ്യാദ്. എന്നാൽ ഇബ്നു സയ്യാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിൽ എഴുതിയതിൻ്റെ ദുഹ് എന്ന് മാത്രമല്ല, ആ എഴുതിയത് മുഴുവനും അതിൻ്റെ ദുഹ് എന്ന് പറഞ്ഞവൻ നിർത്തി. ദുഹാണെന്ന് അവന് പൂർത്തിയാക്കി പറയാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ശൈത്താൻ അവനിക്ക് തോന്നിപ്പിച്ചു കൊടുത്തതാണ്. ശൈത്താനിക്ക് അത്രേ കഴിയുള്ളൂ. അതാണ് ഫലം തഅദു ഖദ്റക്, നിൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് അങ്ങോട്ട് കയറാൻ നിനക്ക് സാധ്യമല്ല. അവൻ അത്ഭുതങ്ങൾ കാണിച്ചില്ലേ, ഓൻ പല പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, റസൂൽ അവനോട് ചോദിച്ചില്ലേ, കൈഫ യഅ്തീകൽ അംർ, സംഗതികളുടെ നിലവാരം എങ്ങനെയാണ്, എങ്ങനെ നിനക്ക് ഈ വാർത്തകളൊക്കെ വരേണ്ടതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, യഅ്തീനി സാദിഖുൻ വകാദിബ്, അല്ലെങ്കിൽ യഅ്തീനി സാദിഖൻ വകാദിബൻ, ഈ വിവരങ്ങൾ എനിക്ക് സത്യമായിട്ടും അസത്യമായിട്ടും വരും, അല്ലെങ്കിൽ സത്യവും അസത്യവുമാവുന്ന വർത്തമാനങ്ങൾ എനിക്ക് വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? നീ നിൻ്റെ മേലിൽ സത്യവും അസത്യവും കലർത്തപ്പെട്ടു, നിൻ്റെ കാര്യം മോശമാണ്, നീ യഥാർത്ഥ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളെല്ലാം. അപ്പോൾ ഒരു വലിയ നമ്മൾ കണക്കെടുക്കേണ്ടത് ആ വലിയനിക്ക് ഇസ്തിഖാമത്തുണ്ടോ എന്നതാണ്. കറാമത്തുണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. ഔലിയാക്കന്മാർ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മറഞ്ഞു കിടക്കണമെന്നും അറിയാൻ കഴിയും. ആ അറിയണത് എങ്ങനെ അറിയണത്? അത് ഇലാഹിയായ മാധ്യമം ഉപയോഗിച്ചറിഞ്ഞാൽ അത് അതിൻ്റെ ശരിയായ രൂപത്തിലായിരിക്കും. അതല്ലാത്ത ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചറിഞ്ഞാലും, അതല്ലാത്ത മാധ്യമങ്ങൾ ശൈത്താനിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചറിഞ്ഞാലും
മറ്റ് പല മാധ്യമങ്ങൾ ഉപയോഗിച്ചറിഞ്ഞാലും അത് തെറ്റും ചെയ്യുക, ശരിയാവും ചെയ്യുക. അപ്പം അതൊരു വലിയ വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഈ അവസരത്തിൽ കടക്കുകയല്ല. അതൊക്കെ ഒരു ക്ലാസ്സായിട്ട് അവതരിപ്പിക്കപ്പെടേണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ ഏതായാലും മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവരും അവരെ പോലോത്തെ. അപ്പം ഞാൻ എന്തിയെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ പറ്റി ഒരുപാട് ഇപ്പം ഇവിടെ ആകെ നടക്കണം എന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ അത് അവൻ്റെ കറാമത്തായി ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഈ കറാമത്തുണ്ടാവലല്ല ഒരു വലിയനെ നമ്മൾ അളക്കേണ്ട മാനദണ്ഡം. അത് അത്ഭുതങ്ങൾ ഉണ്ടാവല, അത്ഭുതം പലരിൽ നിന്നുണ്ടാവാം. ആ അത്ഭുതങ്ങൾ ഇലാഹിയായ നിലക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണോ അല്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അവരെ പോലത്തെ ആളുകളാണ് അന്ന് ഉണ്ടായിരുന്ന പിന്നെ വാങ്ങലാമ്പത് കുട്ടി മുസ്ലിയാരും തുടങ്ങിയ ആ അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാർ. അവരൊക്കെ ഉഹ്റവിയായ പണ്ഡിതന്മാരായിരുന്നു. അവർ ഭൗതികമാവുന്നതായ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടിട്ടുമല്ല ഈ സംഘടനക്ക് അവർ പിന്നെ അതിനവർ ശിര നൽകിയിട്ടുള്ളത്. അങ്ങനെ മഹത്തുക്കളാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന അല്ലാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ച് ചെയ്തിരുന്ന ആളുകൾ ഒരു ദീനിയാവുന്ന സംഘടന ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ അതിനുണ്ടാവേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് പരിഗണിച്ചുകൊണ്ടിട്ടാണ് അവർ ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ. എന്തിനു വേണ്ടി? വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് ഏതാവാൻ വേണ്ടി, അത് നിലനിർത്താൻ വേണ്ടി. അപ്പോൾ വളരെയധികം തഹഖീഖും തഹ്ദീഖും ഒക്കെ ഉള്ള വലിയ പണ്ഡിതന്മാർ അവർ ഒരു ഇബാറത്ത് ഇപ്പോൾ അങ്ങനെ പല ഒരിക്കലും ഉദാഹരണം ഒരു കിതാബിൽ നമ്മൾ ചില ഇബാറത്തുകൾ കാണുമ്പോഴേ നമ്മൾക്ക് ചില അങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടല്ലോ, ആ കിതാബ് ആ ഇബാറത്തുകളെ സംബന്ധിച്ച് ശരിക്ക് നമ്മൾ പഠനം നടത്തുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇത് എവിടേക്കാണിത് പറഞ്ഞത്, ആ വാക്ക് എവിടേക്കാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളും പറയാൻ കഴിയും. ഇപ്പോൾ ഖാദി നിർണയത്തിന് ഞാൻ ഈ സ്റ്റേജിൽ വെച്ച് മുമ്പ് പറഞ്ഞതാണ്. ഒരു സ്ഥലത്ത് ഖാദിനെ നിശ്ചയിച്ചാൽ അത് ആ സ്ഥലത്തുകാരല്ലാത്ത മറ്റുള്ളവർക്കും ബാധകാവുമെന്ന് തോന്നുന്ന ചില ഇബാറത്തുകൾ ചില ആളുകൾ പറയലുണ്ട്. അതിൻ്റെ അർത്ഥം അങ്ങനല്ല. ആ ഇബാറത്തുകളൊക്കെ നമ്മൾ കണ്ട് ആ ഇബാറത്തുകളുമായി സംവദിക്കേണ്ടവരോട് സംവദിച്ച് അവരുമായിട്ട് മുനാദറ നടത്തേണ്ടവരോട് മുനാദറ നടത്തിയൊക്കെ ചെയ്തവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ കിതാബുകൾ നമ്മൾ മുത്താല ചെയ്ത് കിതാബിൻ്റെ ഏതെങ്കിലും ഒരു ഇബാറത്ത് കാണുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, ഒരു തുഹഫിലൊക്കെ ഒരു ഇബാറത്ത് കാണാം. എന്താണെന്ന് വെച്ചാൽ പിന്നെ വൈസ്തർത്തു തഈരുമാ യുവല്ല ഫീഹി. ഞാനിവിടെ ഖാദിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അത് ശരിയായ നിലക്കാണോ ഏറ്റെടുത്തത് അല്ലേ എന്നൊക്കെ എനിക്കറിയാം. ഞാൻ സമസ്തൻ്റെ ഫത്വ കമ്മിറ്റി ചെയർമാനാണ്. അപ്പോൾ അത് തുടങ്ങിയിട്ടൊരുപാട് കാലമായി, മനസ്സിലായോ? അപ്പോൾ ഇതുവരെ കൊടുത്ത ഫത്വ ഒന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല താനും. അപ്പോൾ അവിടെ ഞാൻ അന്നത് പറഞ്ഞതാണ് ഇവിടുന്ന്. കിതാബിൻ്റെ ശരിയായ ഇബാറത്തുകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഞാൻ ഉണ്ടാവുന്ന ചില തകരാറുകളാണ്. അപ്പോൾ തുഹഫീലൊരു സ്ഥലത്ത് പറയുന്നുണ്ട് വൈസ്തർത്തു തഈനുമായി വല്ലാ ഫീഹി. മുവല്ലാ ഫീഹി ആവുന്ന സംഗതിനെ തഈൻ ചെയ്യൽ ഷർത്താണ് ഖാദിനെ നിശ്ചയിക്കുമ്പോൾ. നഅം ഇനിത്തറദ ഉർഫുൻ ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ ഫീ തൗലിയത്തിഹാ ദഖലത്ത് തബഅൻ ലഹ. പക്ഷേ ഒരു പതിവ് ഇങ്ങനെ നടന്നു പോരുന്നുണ്ട്. എന്താ? ബിതബഇയ്യത്തി ബിലാദിൻ ലിബിലാദിൻ. ചില രാജ്യങ്ങൾ മറ്റ് ചില രാജ്യങ്ങളോട് എന്താവുക, ആ ഖാദിയാക്കിക്കുകയാണെങ്കിൽ അതിനോട് ആ ഖാദിനെ അംഗീകരിച്ചുകൊണ്ട് അതിനോട് താബിയായി പോരുന്നതായ ഒരു പതിവുണ്ടെങ്കിൽ പിന്നെ ദഖലത്ത് തബഅൻ ലഹ. ആ രാജ്യങ്ങളോട് ഈ രാജ്യങ്ങളും എന്താവും, അതിനോട് താബിയായി കൊണ്ടിട്ട് അതിനോട് പിൻപറ്റിക്കൊണ്ട് ഇതും അവിടെ എന്താവും, പ്രവേശിക്കും. ഈ പറഞ്ഞത് എവിടുക്കാന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ട് സംഗതിയാണ്, രണ്ട് നിലയ്ക്ക് ഈ ഭാരത്ത് സാധ്യത ഉണ്ട്. ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തെ പറ്റി പറഞ്ഞ സ്ഥലത്ത് മറ്റുള്ള ഫുഖഹാവ് പറഞ്ഞത് ലൗ ഖല്ലദഹൂന ഇമാമ് അയ്യൽ ഇമാമൂന്ന്. ഇത് ഇമാമ് നിശ്ചയിക്കുന്നിടത്താണ് പറയണത്. ഇമാമ് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിങ്ങളെ ഒരു ഇമാമാവുമ്പോൾ ആ ഇമാമിനിക്ക് എല്ലാ രാജ്യങ്ങളിലുള്ള അധികാരം അയാൾക്കാണ് ഇക്കാരം ഉണ്ടാവുന്നത്. ഹല്ലാഖദിൻ്റെ ആളുകളെ മാരിക്കല്ല. ഒരു ഹല്ലാഖദിൻ്റെ ആളുകൾ നിശ്ചയിക്കുമ്പോൾ അവർക്ക് ആ സ്ഥലത്തുള്ള ഹല്ലിൻ്റെയും അഖദിൻ്റെയും അധികാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇമാമ് നിശ്ചയിക്കുന്ന സ്ഥലത്ത്
ഒരു പതിവുണ്ട്. എന്താ, ഇമാമ് ചില ഏരിയകളിൽ ഖാദിനെ നിശ്ചയിക്കും. അങ്ങനെ ചില ഏരിയകളിൽ ഇമാമ് ഖാദിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനോട് അടുത്ത രാജ്യങ്ങളൊക്കെ എന്താവും, ഈ നിശ്ചയിക്കപ്പെട്ട ഈ ഖാദിനെ തന്നെ തുടർന്ന് വരുന്നതായ ഒരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ വേറെ ഖാദി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, പുതിയ ഒരു ബൈഅത്തിൻ്റെ ആവശ്യമില്ല, താബിയായിട്ട് കടക്കും. അപ്പോൾ ഈ പറഞ്ഞത് ഇമാം മാവർദി ഇമാമ് തങ്ങളെ ഖൗലിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫുഖഹാ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൗ ഖല്ലദഹു അയ്യൽ ഇമാമു, ഇമാമ് ഒരു ഖാദിനെ നിശ്ചയിച്ചു, ഇമാമ് നിശ്ചയിക്കുന്നിടത്തേക്കാണ് പറയണത്. എന്നിട്ടോ ഖല്ലദഹുൽ ഇമാമു വലതൻ, ഒരു നാട്ടിലേക്ക് ഇമാമ് ഒരു ഖാദിനെ നിശ്ചയിച്ചാൽ ഈ നാടും ഇതിൻ്റെ അടുത്തുള്ള രാജ്യമൊക്കെ ഇമാമിൻ്റെ ഏതിൽപ്പെട്ടത് തന്നെയാണ്, പരിധിയിൽപ്പെട്ടതാണ്. ആ സ്ഥലത്ത് വസക്കത്ത അന്നവാഹിഹ, അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളെപ്പറ്റി ഒന്നും ഇമാമ് പറഞ്ഞില്ല. അപ്പോൾ അവിടെ നോക്കണം. ഫൈൻ ജറൽ ഉർഫു, ഇവിടെ നടന്നു പോരുന്ന സമ്പ്രദായം എന്താ, ബി ഇഫ്രാദിഹ അൻഹ, ഈ ചുറ്റുപാടുള്ള സ്ഥലത്തിലേക്ക് വേറൊരു ഖാദിനെ നിശ്ചയിക്കലാണ് ഇമാമിൻ്റെ പതിവ് എന്നുണ്ടെങ്കിൽ ലന്തദ്ഖുലു ഫീ വിലായത്തിഹി, ഈ നിശ്ചയിക്കപ്പെട്ട ഖാദിൻ്റെ പരിധിയിൽ അതിൻ്റെ ചുറ്റുപാടുള്ളതായ രാജ്യങ്ങൾ എന്താവൂല, കടക്കൂല. നേരെ മറിച്ചോ അങ്ങനല്ല അവിടെ ഉള്ളത്. വഇൻ ജറാ ബി ഇളാഫത്തിഹ, ഈ രാജ്യങ്ങളോട് മറ്റേ രാജ്യത്തിനെ ചേർക്കലാണ്, ഈ ചുറ്റുപാടുള്ള രാജ്യങ്ങളെ ഈ നിശ്ചയിക്കപ്പെട്ട രാജ്യത്തിനോട് ചേർത്തുകൊണ്ടുള്ളൊരു പതിവാണെങ്കിലോ ദഖലത്ത്, അതിൽ എന്താവും, കടക്കുകയും ചെയ്യും. ഇത് മുസ്ലിമീങ്ങളെ ഇമാമ് നിശ്ചയിക്കുന്ന സ്ഥലത്തേക്കാണ് ആ പറയണത്. എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന എല്ലാ സ്ഥലത്തിൻ്റെ അധികാരം ഒരാൾക്കാവാം. ആ അധികാരം ഒരു സ്ഥലത്താവുമ്പോൾ ഇതതിൻ്റെ ഒരു തെവീലാണ്. ഇതല്ല ഞാൻ അവിടെ പറയാൻ പോണത്. ഇത് ഫുഖഹാദിൻ്റെ ഇബാറത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഇത് പറഞ്ഞത്, ഈ പറഞ്ഞത് എവിടേക്കാണ് ഫുഖഹാ അതിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ എന്താവും, ഇവിടെ ഒരു 10 രാജ്യങ്ങളുണ്ട്. ഈ 10 രാജ്യങ്ങൾ എന്നല്ല, ഇവിടെ 100 രാജ്യങ്ങളുണ്ട്. ഞാനാണ് ഇവിടെ മുസ്ലിമീങ്ങളെ ഇമാമ് എന്ന് വെക്കുക. മുസ്ലിമീങ്ങൾക്ക് കിതാബിലൊക്കെ കണ്ടില്ലേ, അങ്ങനെ സൗകര്യമുള്ളിടത്ത് ഇമാമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയാം, മുസ്ലിമീങ്ങളെ ഇമാമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉസ്മാൻ, ഇവരൊക്കെ മുസ്ലിമീങ്ങളെ ഇമാമയെന്ന്. അപ്പോൾ അവരെന്താക്കി കഴിഞ്ഞാൽ അവരെ വിലായത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ മുഴുവനും ഇവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങൾ മുഴുവനും ഇവരെ അധികാരത്തിൽപ്പെട്ടതാണ്. അതിലുള്ള ചില സ്ഥലത്ത് ഖാദിനെ നിശ്ചയിച്ചു കൊടുക്കുമ്പോൾ ചില സ്ഥലത്ത് ഖാദിനെ നിശ്ചയിച്ചു. അവിടെ ഒരു പതിവ് എന്താ, ഇവിടെ നിശ്ചയിച്ചാൽ അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലത്തും ഈ ഖാദിനെ അംഗീകരിക്കലാണെങ്കിൽ പിന്നെ വേറെ നിശ്ചയത്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് അങ്ങനെ ഒരു പതിവില്ലെങ്കിലോ, അവിടെ ആ ഓരോ സ്ഥലത്തിനും ഇമാമ് വേറെ വേറെ ഖാദിനെ നിശ്ചയിക്കുകയാണെങ്കിലോ അവിടെ വേറെ വേറെ ഖാദിനെ തന്നെ നിശ്ചയിക്കണം. അപ്പം ഈ പറയുന്നത് ദഖലത്ത് തബഅൻ, മറ്റിനോട് തുടർന്നും കൊണ്ട് ഇതും ആ നിശ്ചയിക്കപ്പെട്ട ഖാദിൻ്റെ ഖളായിൽ പെടും എന്ന് പറഞ്ഞത് എവിടുക്കാന്ന് ചോദിച്ചാൽ അത് ഇമാമ് നിശ്ചയിക്കലോടത്തേക്കാം. ഈ എല്ലാ രാജ്യങ്ങളെയും അധികാരമുള്ള ആൾ നിശ്ചയിക്കലോടത്തേക്കാണ് ആ പറയണത്. അങ്ങനത്തെ ഒരു അധികാരമുള്ള ആളെന്ന് ലോകത്തില്ല. അങ്ങനെ ഒരു മുസ്ലിങ്ങൾക്ക് പൊതു സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടാകും. മുസ്ലിമീങ്ങൾക്ക് എല്ലാവരും കൂടി പിന്നെ ഈ നേതൃത്വം നൽകുന്നതായ ഒരു ഇമാമ് എന്ന് പറഞ്ഞിട്ട് ഖാദിമാരെയൊക്കെ നിശ്ചയിക്കാൻ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടോ? അതില്ല. അപ്പോൾ അവിടേക്കാണ് ആ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഈ രാജ്യത്തൊരു ഖാദിനെ നിശ്ചയിച്ചു, അല്ലെങ്കിൽ അവിടെ ഇവിടുത്തെ വേറെ ഏതെങ്കിലും പുത്തൂരൊരു ഖാദിനെ നിശ്ചയിച്ചു, എന്നാൽ ഈ അതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ രാജ്യങ്ങളിലും അവിടെ ഖാദിയാവും എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നേരെ കാരണം എന്തുകൊണ്ട് പുത്തൂർ നിശ്ചയിക്കേണ്ട ആളുകളല്ല ഇവിടെ നിശ്ചയിക്കേണ്ടത്, പലരും പല ആളുകളാണ്. മറ്റതല്ല, ഇമാമാണ് പുത്തൂർ നിശ്ചയിക്കേണ്ടത്, ഇവിടെ നിശ്ചയിക്കേണ്ടത്. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് ആ പറഞ്ഞിട്ടുണ്ട് ഒന്നിരിക്കൽ. അതല്ലെങ്കിൽ ഫുഖഹാദിൻ്റെ ഇബാറത്ത് നോക്കിയാൽ നമുക്ക് വേറെ ഒന്ന് മനസ്സിലാവും. ഈ പറയുന്നത് നിശ്ചയിക്കപ്പെടുന്നതായ സ്ഥലത്തിനെ പറ്റിയല്ല. ആ പറയുന്നത് മുവല്ല ഫീഹി എന്ന് പറഞ്ഞാൽ ഖളാ നിശ്ചയിക്കപ്പെട്ട സ്ഥലം എന്നല്ല, എന്ത് വിഷയത്തിലാണ് നിശ്ചയിക്കപ്പെട്ടത്. അത് ഫുഖഹാദിൻ്റെ മറ്റ് ചില ഇബാറത്തുകൾ നോക്കിയാൽ മനസ്സിലാവും. ഇബാറത്തുകൾ കാണാം, വയഹ്താജു ഇലാ മുവല്ലിൻ, ഒരു നിശ്ചയിക്കുന്ന ആൾ വേണം. ഓ മുവല്ല, ഒരു നിശ്ചയിക്കപ്പെടുന്ന ആളും വേണം. ഓ മുവല്ല ഫീഹി, എന്തൊരു വിഷയത്തിലാണ് നിശ്ചയിക്കുന്നത് ആ വിഷയവും വേണം. ഓ മഹല്ലുൻ, ഏതും വേണം, നിശ്ചയിക്കപ്പെടുന്ന ഏരിയയും വേണം. അപ്പം മുവല്ല ഫീഹി എന്ന് ഫുഖഹാ ഉപയോഗിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? നിശ്ചയിക്കപ്പെടുന്ന സ്ഥലത്തിനെ സംബന്ധിച്ചല്ല, നിശ്ചയിക്കപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ച്. നിശ്ചയിക്കപ്പെടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോഴത്തെ നമ്മളെ ഖാദിമാർക്ക്, പഴയ കാലത്തുള്ള ഖാദിമാർക്ക് ഉണ്ടായ മാതിരിക്കുള്ള എല്ലാ അധികാരവും ഇല്ലല്ലോ.
പഴയ കാലത്തും അങ്ങനെ തന്നെ പല അധികാരങ്ങൾ എന്താക്കും, പലതും പലർക്കും കൊടുക്കും. ഇപ്പം നിക്കാഹ് മാത്രം വരിയില്ലാത്ത നിക്കാഹുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ ശേഷിച്ചു. കിതാബിൽ മുത്തവല്ലിൽ അങ്കിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? മുത്തവല്ലിൽ അങ്കിയ എന്ന് പറഞ്ഞാൽ അതും കാൽദി തന്നെയാണ്. എന്തിനു വേണ്ടി അവനെ കാൽദി ചെയ്യണത് പോലുള്ള അധികാരമൊക്കെ നിക്കാഹിൻ്റെ വിഷയത്തിൽ അവനക്ക് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടുത്തെ അപ്പം നിക്കാഹോ അതുപോലത്തെ ഏതെങ്കിലും ചില വിഷയങ്ങളെ മാത്രം നിർണയപ്പെടുത്തിക്കൊണ്ട് നിശ്ചയിക്കപ്പെടുന്ന സ്ഥലത്ത്, ആ പറയപ്പെടുന്ന സ്ഥലത്ത് ആ വിഷയത്തിൽ മറ്റുള്ള അതിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങളും ആ സ്വഭാവം സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ആ വിഷയത്തിലെ കാദിയാവുള്ളൂ. ഈ കാദിയാവും എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, അവർ നിശ്ചയിക്കുന്നതായ കാദി ആ വിഷയത്തിൽ തന്നെ ആവും. കാരണം മുവല്ല ഫീ ആവുന്ന വിഷയത്തിൽ ഏതൊരു വിഷയത്തിലാണോ നിശ്ചയിക്കപ്പെടുന്നത്, ആ നിശ്ചയിക്കപ്പെടുന്ന വിഷയത്തിൽ മറ്റേ നാട്ടിലുള്ളതായ സ്വഭാവങ്ങൾ തുടർന്നു പോരുന്നതായ ഒരവസ്ഥ ഉണ്ടെങ്കിൽ മറ്റേ നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിശ്ചയിക്കുമ്പോൾ ആ നിശ്ചയിക്കപ്പെടുന്ന ആ കാദിൻ്റെയും അധികാരം ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങിയതായിരിക്കും എന്നതും ആ ഫിഖ്ഹിൻ്റെ ഇബാറത്ത് കൊണ്ടുള്ളതായ ഉദ്ദേശം. അപ്പോൾ ഇതാണ് വിഷയത്തെ സംബന്ധിച്ച് തഹ്ഖീഖ് ചെയ്ത് പിന്നെ പഠിച്ചതായ ആളുകൾ അങ്ങനത്തെ പണ്ഡിതന്മാരായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അന്ന് നേതൃത്വം നൽകിയതായ മഹത്തുക്കളാവുന്ന നമ്മളെ മശായിഖന്മാർ. അപ്പോൾ അവർ ഒക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ദുന്യവിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കാതെ വെറും അള്ളാഹുവിൻ്റെ വജുഹിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു. അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ ഗുണമാണ് ഇന്ന് ഈ പ്രസ്ഥാനം. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസ്ഥാനം വളർന്ന് അത് വലിയ ഒരു ഉയർച്ചയിലെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ പ്രസ്ഥാനം വളർന്നൊരു ഉയർച്ചയിലേക്ക് എത്താൻ കാരണം എന്താ? യഥാർത്ഥ പണ്ഡിതന്മാരായിരുന്നു ഈ പ്രസ്ഥാനത്തിന്. യഥാർത്ഥ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ എന്താ? ഒരു പണ്ഡിതനുണ്ടാവേണ്ട എല്ലാ ഗുണവും സമ്മേളിച്ച ആളുകൾ. എന്താ പണ്ഡിതനുണ്ടാവേണ്ട ഗുണം? മഹാനാവുന്ന ഇമാം ഷാഫി രേഖപ്പെടുത്തിയതുപോലെ വിലായത്തിൻ്റെ സ്വഭാവം പണ്ഡിതന്മാരിലുണ്ടാവണം. കാരണം നുബുവത്തിൻ്റെ ഇർസാണ് ഏത് വിലായത്ത്. നുബുവത്തിൻ്റെ ഇർസാവുമ്പോൾ നുബുവത്തിൻ്റെ ബാത്തിൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ നുബുവത്തിൻ്റെ ബാത്തിൻ അത് വിലായത്താണ്. അപ്പോൾ ആ വിലായത്ത് ഈ പണ്ഡിതന്മാരിലുണ്ടാവണം. അതുണ്ടായാലേ അവർക്ക് അമ്പിയാക്കന്മാരുടെ ആ ഇർസ് അവർക്കും കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ആലിമീങ്ങളിൽ വിലായത്തിൻ്റെ സ്വഭാവം ഉണ്ടാവണം. അവനാണ് യഥാർത്ഥ ആലിമ് എന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറയാൻ കാരണം. അപ്പോൾ ആ നിലയ്ക്കുള്ള മഹാന്മാരാവുന്ന മശായിഖന്മാർ ഇവിടെ സ്ഥാപിച്ചത് അവർക്കുള്ളതായ ഒരു പ്രത്യേക നെവറ്, അവർക്കുള്ള പ്രത്യേക ഒരു മദത് ഒക്കെ എന്നും ഈ സംഘടനൻ്റെ മേലിലുണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരെ മരണത്തിൻ്റെ ശേഷം അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ ഹയാത്ത് കാലത്തുള്ള അവരെ തസറുഫാത്തിനേക്കാൾ ശക്തമാകുന്ന തസറുഫാത്തുകളായിരിക്കും അവർ മരണത്തിൻ്റെ ശേഷം അവരെ തസറുഫാത്തുകൾ. ആ തസറുഫാത്തുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ എണ്ണിപ്പോയാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലുമ്മ വരെയുള്ള നമ്മളെ കയ്യിലൊക്കെ ഈ പ്രസ്ഥാനം ഏൽപ്പിച്ചവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ അന്നൽക്ക് മരണശേഷവും വലിയ വിപ്ലവം ഇവിടെ നടത്തി ഒരു സംഘടനയെ അതിന് നേതൃത്വം നൽകാനും അതിനെ സംരക്ഷിക്കാനും അതിനെ പ്രത്യേകമായും കൊണ്ട് ശ്രദ്ധിക്കാനും ഒക്കെ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക നോട്ടത്തിലായതുകൊണ്ടിട്ടാണ് ഈ സംഘടന ഇന്ന് നമ്മൾ കാണുന്ന നിലക്ക് ഇപ്പോൾ ഒരു അഭിമാനമാണ് എല്ലാവർക്കും. സമസ്ത കേരള ഈ ആരെ കൂടെ എന്ന് വെച്ചാൽ ഞാൻ സമസ്തൻ്റെ ഒപ്പാണെന്ന് പറയുന്നത് ഒരു അഭിമാനമായി കൊണ്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും എല്ലാ ആവശ്യത്തിനും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് നമ്മളൊക്കെ അഡ്രസ്സ് ഇപ്പം അങ്ങനെയാണ്. സമസ്തയിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നമ്മൾക്ക് എന്താ ഉണ്ടാകുക? വട്ടപൂജയാണ് ഈ കാരണം. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കലുണ്ടാവും നമ്മൾ സമസ്തയിൽ നിന്നിട്ടില്ലെങ്കിലും നീ സമസ്തയിൽ നിന്ന് ഒഴിഞ്ഞ് നിർത്തി. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് ഞാൻ ഇപ്പോൾ സമസ്തൻ്റെ പ്രസിഡൻ്റാണ്. ഇതിന്ന് ഒഴിഞ്ഞു നിന്നാലും തങ്ങൾക്ക് ഈ സാധനം ഒരു സാധനം ഉണ്ടാവില്ല. ഞാൻ വട്ടപൂജയായിരിക്കും. ആരും വട്ടപൂജയായിരിക്കും. ജനങ്ങൾ നമ്മളെ ചവറ്റുകൊട്ടയിലേക്ക് അറിയും. അപ്പോൾ സമസ്തൻ്റെ കൂടെ നിൽക്കണം നമ്മൾ. ആ സമസ്തൻ്റെ ആ നയങ്ങൾ പ്രചരിപ്പിക്കനുസരിച്ച് കൊണ്ടാവണം. സമസ്തൻ്റെ നിലപാടനുസരിച്ച് കൊണ്ടാവണം. നമ്മൾ ഈ യഥാർത്ഥ ഉലമാവിൻ്റെ ആ സ്വഭാവം നമ്മളിലുണ്ടാവണം. ഇപ്പം ഞാനിവിടെ പ്രസംഗിച്ചു തരാം. ഞാൻ ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും മോശമായ ഒരു പരാമർശം നടത്തിയോ? അത് നടത്തൽ നമ്മളെ സ്വഭാവമല്ല. നമ്മൾ അങ്ങനത്തെ ഒരു പരാമർശം ആരെ പറ്റി നടത്താറില്ല. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഉസ്താദന്മാർ അതിൻ്റെ മുൻഗാമികളൊക്കെ അവർ വളരെയധികം അല്ലാഹുവിൻ്റെ
ആ ദീൻ്റെ സർവ്വ അഹ്കാമുകളും അവർ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്തി ജീവിച്ചതായ മഹാന്മാരായിരുന്നവർ. അവർ അത് നിർബന്ധമായ ഹുക്കുമുകൾ സംഗതികൾ മാത്രമല്ല, അവർ ആദാബുകളെപ്പോലും പരിഗണിച്ചു. കടിത്തുസാദിനെ പറ്റിയൊക്കെ കേൾക്കണില്ലേ? ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ ഒരിക്കൽ ക്ലാസ്സിന് കയറി വന്നപ്പോൾ വലത്തേ കാല് വെക്കാതെ ഇടത്തേ കാല് വെച്ച് കയറി. ഉടനെ ഇറങ്ങിയിട്ട് പിന്നെ വലത്തേ കാല് വെച്ച് കയറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വലത്തേ കാല് വെക്കാതെ ഇടത്തേ കാലാണ് വെച്ച് കയറിയത്, അത് തെറ്റായി പോയി. അപ്പം അങ്ങനത്തെ മര്യാദകൾ നമ്മളിപ്പോൾ ഇടത്തേ കാല് വെച്ചാൽ വലത്തേ ഏതെങ്കിലും വെച്ച് കയറാന്നല്ലാതെ ഇതിനെന്തപ്പോൾ വലത്തേ കാല് വെക്കേണ്ടടുത്ത് വലത്തേ കാല് ഏതായാലും പുറത്തേക്ക് കയറുക, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറുക പുറത്തേക്ക് ഇറങ്ങുക. ഇനി ഏതെങ്കിലും ഒരു കാല് വെച്ചാൽ പോരെ, രണ്ട് കാലും അള്ളാഹ് തന്നതല്ലേ, ഏതെങ്കിലും ഒരു കാല് വെച്ചാൽ പോരെയെന്ന്. പക്ഷേ ശർഈയായ അദബ് അങ്ങനല്ല. അപ്പോൾ ശർഈയാവുന്ന ആദാബുകളെ മുഴുവനും പരിഗണിച്ച് ജീവിച്ചവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ. അപ്പോൾ അവർ പിന്നെ ഭൗതികമാവുന്ന താല്പര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. മഹാനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞില്ലേ? അവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തപ്പോൾ കരഞ്ഞു. അപ്പോൾ ചോദിച്ചല്ലോ, എന്തിനു നിങ്ങൾ കരഞ്ഞു എന്ന്? അപ്പോൾ മൂപ്പര് പറഞ്ഞത് എന്താ? ആജർനാ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൻ നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ ഹിജ്റ പോയി, അള്ളാഹുവിൻ്റെ വജ്ഹല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർ മരണപ്പെട്ടപ്പോൾ ഈ ഹിജ്റ കൊണ്ട് പിന്നീട് ഉണ്ടായിത്തീർന്നതായ ചില ഗുണങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ? ഹിജ്റ പോയ ആളുകൾക്ക് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പല ഭാഗത്തുനിന്നും ഹദിയകൾ വരാൻ തുടങ്ങി, പല ജിസിയകൾ വരാൻ തുടങ്ങി, ഒനീമത്ത് വരാൻ തുടങ്ങി. അങ്ങനെ പലതും വരാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം സാമ്പത്തികമായി വളർന്നു പന്തലിച്ചു. പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. അവരൊക്കെ മരിച്ചു പോകുമ്പോൾ അവരെ മറവ് ചെയ്യാൻ നോക്കുമ്പോൾ കഫന് തികയാത്തതായ ഒരു കണ്ടം മുണ്ട് മാത്രമേ അവരെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ഇതേ അവരവസ്ഥ. എന്നാൽ നമുക്കിന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ടായി എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയണത്. ഈ സൗകര്യങ്ങളുണ്ടായപ്പോൾ അത് ഉജ്ജിലത്തിലനാഹസനാത്തുന, നമ്മളെ നന്മകളെ ഗുണങ്ങളൊക്കെ ഈ സ്വർഗത്തിൽ തന്നെ അല്ല ഈ ദുന്യാവിൽ തന്നെ നമുക്ക് നൽകപ്പെട്ടോ എന്ന് നമ്മൾ പേടിക്കുകയാണെന്നാണ്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലുള്ളവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനൊക്കെ ഇവിടെ നേതൃത്വം നൽകിയവർ. എന്തിനു വേണ്ടിയാണ് അവർ ഇത്രമാത്രം സാഹസം സഹിച്ചത്? യഥാർത്ഥ ദീൻ. ആ യഥാർത്ഥ ദീൻ അത് ഖിയാമത്ത് നാൾ വരെ അതിനിവിടെ സംരക്ഷിക്കപ്പെടും. ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂന. ഈ വിശുദ്ധ ഖുർആൻ ദീനിനെ അല്ലാഹു ആവുന്ന ഞാൻ അവതരിപ്പിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഈ ദീൻ ഇവിടെ നിലനിൽക്കേണ്ട കാലം വരെ അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഞാനിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് കാലഘട്ടം വരെ ഈ ദീൻ നിലനിൽക്കണോ ആ നിലനിൽപ്പിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആരാണ് ആ മുസ്ലിങ്ങൾ? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 3 നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടായും കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചു. എന്തിനാ ഈ 3 നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടായും കൊണ്ട് പ്രഖ്യാപിക്കണത്? ഈ 3 നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടായി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? ഈ 3 നൂറ്റാണ്ടിൽ ജീവിച്ചതായ അയിമ്മത്ത് മശായിഖന്മാർ, ആ അയിമ്മത്ത് മശായിഖന്മാരുടെ പ്രവർത്തനങ്ങൾ, അവർക്കുള്ളതായ അഖ്വാലുകൾ, അവരുടെ ആ ചര്യകൾ, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചെയ്തവർക്കുള്ള വഴി. ഇത് രണ്ടാമത് പറയാൻ കാരണം മുസ്തഖീമായ വഴി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ആരെ വഴിയാണ്? അല അന്ന തരീഖൽ മുസ്ലിമീൻ, ആ മുസ്ലിമീങ്ങൾക്കുള്ള വഴി. ഏത് മുസ്ലിമീങ്ങൾ? ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മുസ്ലിമീങ്ങൾക്കുള്ളതായ വഴി. ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ് മഹാന്മാരാവുന്നതായ മദ്ഹബിൻ്റെ അയിമ്മത്തൊക്കെ. മദ്ഹബിൻ്റെ അയിമ്മത്തൊക്കെ ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. അതുകൊണ്ടല്ലേ ഇമാം മാലിക് തങ്ങളെ പറ്റി പരിശോധിച്ച് നോക്ക്. ഇമാം മാലിക് തങ്ങൾ മൂപ്പര മദ്ഹബിൻ്റെ അടിസ്ഥാനപരമായുള്ള രേഖ തസ്നീഫ് ചെയ്ത ഗ്രന്ഥം തന്നെയാണ് ഈ മുവത്ത. ആ മുവത്തയിൽ പല മസലകൾക്കും ബഹുമാനപ്പെട്ടവർ ദലീൽ പറഞ്ഞത് എന്താ? അത് ഖുർആനിൽ അങ്ങനെ ഉണ്ട്, ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്നല്ല, ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലതിനൊക്കെ മൂപ്പര് പറഞ്ഞത് എന്താ? ആ കഥ റഅയ്തു അസ്ഹാബൽ മദീന അഹ്ലുൽ മദീനത്തി യഫ്അലൂന കഥ, മദീനക്കാർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, മദീനക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്.
അപ്പോൾ മദീനക്കാർ അങ്ങനെ ചെയ്യുക, മദീനക്കാർ ഇങ്ങനെ ചെയ്യുക. ആ മദീനക്കാരുടെ അമലുകൾ അല്ലെങ്കിൽ അവർക്കുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്തു പോകുന്നതായ ആ സ്വഭാവം, ആ ആചാരം, ഇതൊക്കെ ദീനിൽ ദലീലാണെന്നാണ്. കാരണം ഇമാം മാലിക് ജീവിച്ച കാലഘട്ടത്തിലുള്ള മദീനക്കാരെന്ന് പറഞ്ഞതാരാ? അവർ ആ ഖൈറുൽ ഖുറൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങൾക്കുള്ള വഴിയിൽ. അതാണ് വമാ കാനൽ മുസ്ലിമൂൻ വമാ ഹസനുൽ മുസ്ലിമൂൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. അതാ ആ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലത്തുള്ളതായ മുഅ്മിനീങ്ങൾ, ആ മുഅ്മിനീങ്ങൾ നല്ലതായി കണ്ടത് അത് നല്ലത് തന്നെയാണ്. കാരണം അവർ നല്ലതേ ചെയ്യുള്ളൂ. ആ കാലഘട്ടത്തിലുള്ള മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഖൈറുൽ ഖുറൂൻ എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയവരാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അത് അമൽ തന്നെയാണ്, അത് ദലീൽ തന്നെയാണ്. മഹാനാവുന്ന അനസ് ബിൻ റളിയല്ലാഹു തആല ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മൂപ്പര് ഒരു പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കരിച്ചപ്പോൾ മൂപ്പരോട് ചോദിച്ചു, നിങ്ങളെന്താ ഇപ്പോൾ ഇവിടുന്ന് സുന്നത്ത് നിസ്കരിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ സുന്നത്ത് നിസ്കരിച്ചിരുന്നു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് നബി അങ്ങനെ നിസ്കരിച്ചിരുന്നല്ല. അനസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത് എന്താ? നബി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല. നബി ചെയ്യാത്ത ഒന്നോ അല്ലെങ്കിൽ നബീൻ്റെ വക്കൽ നിന്നിട്ട് ഏതെങ്കിലും നബിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ നബിൻ്റെ സൂചനപരമായിട്ടോ മറ്റോ ഏതെങ്കിലും ഒരു നിലക്ക് മനസ്സിലാക്കാൻ പറ്റിയതേ ഞങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സഹാബിയാവുന്ന ഞാൻ ചെയ്തതിനെ പറ്റി നബി ചെയ്തിക്കണോ എന്നുള്ളത് ചോദിക്കണ്ട. എൻ്റെ പ്രവർത്തനം അത് സ്വീകരിക്കാൻ പറ്റും. അത് നബി പിന്നെ ചെയ്തിക്കണോ എന്നുള്ള ചോദ്യം ആ ചോദ്യം സ്ഥാനത്താണ്. അപ്പോൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വെറും ഖുർആൻ സുന്നത്ത് കൊണ്ട് മാത്രമല്ല. ഖുർആനിൽ വ്യക്തമായ നിലക്കൊരു വിഷയത്തെ സംബന്ധിച്ച് രസായും കൊണ്ട് പ്രതിപാദിച്ചാൽ അവിടെ ആർക്കും ചോദ്യമില്ല. അപ്പോൾ നമ്മൾ ഇമാം മാലിക് തങ്ങളെ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ, ഇമാം ഷാഫീനെ പിൻപറ്റണമെന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞതിന് വ്യക്തമായി പറഞ്ഞു കൊടുത്തതിനാ ഇമാം ഷാഫീനെ പിൻപറ്റണം. അവിടെ അല്ല നമ്മൾ ഇമാം ഷാഫീനെ പിൻപറ്റണത്. ഖുർആനിൻ്റെ ഒരു വിഷയത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി പറഞ്ഞിട്ടില്ല, ഹദീസിലും ഒരു സംഗതിയെ സംബന്ധിച്ച് സ്പഷ്ടമായി പറഞ്ഞിട്ടില്ല. അയിമ്മത്തിൻ്റെ ഇജ്മാഅ് അതിനോട് എന്തായിട്ടില്ല, ആ വിഷയത്തെ സംബന്ധിച്ച് ഇജ്മാഉം വന്നിട്ടില്ല. ആ വിഷയത്തിനോട് സാദൃശ്യമാവുന്ന ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടാവാം. അതിന് മറ്റുള്ള മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ഖിയാസാക്കിക്കൊണ്ട് പറയാം. അങ്ങനെ ഖിയാസാക്കിക്കൊണ്ടും പറഞ്ഞിട്ടില്ലാത്ത ചില സംഗതികളുണ്ടാവും. അത് ഇമാം ഷാഫി തങ്ങളും പല ഖിയാസ് നടത്തിയിട്ടുണ്ട്. അബൂ ഹനീഫ ഇമാം നടത്തി അത്ര നടത്തിയിട്ടില്ലെങ്കിലും അബൂ ഹനീഫ ഇമാമിനെ പറ്റി പറയലുണ്ട് ഇമാമുൽ ഖിയാസ് എന്നാണ് മൂപ്പരെ പറ്റി പറയുക. ഖിയാസിൻ്റെ ഇമാമ് അത്രമാത്രം ഖിയാസ് കൊണ്ട് ഹുജ്ജത്ത് പിടിച്ച ആളാണ് അബൂ ഹനീഫ ഇമാം തങ്ങൾ. അപ്പോൾ വ്യക്തമായ പ്രതിവാദം ഇല്ലാത്ത വിഷയങ്ങളിലാണ് നമ്മൾ ഇമാം ഷാഫിനെ പിൻപറ്റണം. ഇമാം ഷാഫി ഇത് എങ്ങനെ മനസ്സിലാക്കി? അത് മനസ്സിലാക്കാനുള്ളതായ മാനദണ്ഡം ഇമാം ഷാഫി അവലംബിച്ചതെന്താ? ഇമാം മാലിക് അവലംബിച്ചതെന്താ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവലംബിച്ചതെന്താ? ഇമാം അബൂ ഹനീഫ ഇമാം അവലംബിച്ചതെന്താ? ഇവരൊക്കെ അവലംബിച്ചതെന്താ? ഖുർആനിനെ പരിശോധിച്ചു, അവർ വിശുദ്ധ സുന്നത്തിനെ പരിശോധിച്ചു. ഇതിലൊന്നും വ്യക്തമായ നിലക്കുള്ളതായ പരാമർശം ഇല്ലെങ്കിൽ പിന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽപ്പെട്ട ഒന്നാണ് അലൈക്കും ബി സുന്നത്തി എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി മതിയാക്കിയില്ല. ഓ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, സർവ്വ അയിമ്മത്തുൽ അർബഅത്തിന്റെ മദ്ഹബ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഈ 30ഓളം വർഷങ്ങളിൽ നടന്നതായ മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്ത്, ആ ഖുലഫാഉൽ അർബഅത്തിന്റെ ഭരണകാലഘട്ടത്തിലുണ്ടായിരുന്ന അവരുടെ അഹ്കാമുകളും ആ അഹ്കാമുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് പിൻകാലത്ത് അവർ പല മസ്അലകളും അവർ മനസ്സിലാക്കിയത്. അവരുടെ കാലഘട്ടത്തിലുള്ള അവർ കൊടുത്ത ഫത്വകൾ, ആ ഫത്വകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടാണ്. അപ്പോൾ ഖുർആനിലും സുന്നത്തിലും ഒന്നും വ്യക്തമായ പരാമർശങ്ങളില്ലെങ്കിൽ അങ്ങനത്തെ എത്രയോ വാഖിയാത്തുകൾ, സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതിനെ സംബന്ധിച്ച് വിധി കണ്ടുപിടിക്കേണ്ടെന്ന. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ സുന്നത്ത്, സുന്നത്തുൽ ഖുലഫാ, സഹസ്വഹാബിമാർ, അവരെ പോലെ തന്നെ ആ ഖൈറുൽ ഖുറൂൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ആ കാലഘട്ടത്തിലുള്ളതായ നല്ല ആളുകൾ, ആ മുസ്ലിമീങ്ങൾ, അവർക്കുള്ളതായ പ്രവർത്തനങ്ങളും അവരുടെ വാക്കുകളും അവർക്കുള്ളതായ ആചാരങ്ങളും ഇതൊക്കെ നമ്മൾ അവലംബമാക്കേണ്ട നമ്മളെ അടിസ്ഥാനങ്ങളാണ്. ഇതാണ് യഥാർത്ഥ ദീനിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ ദീൻ ഇവിടെ നിലനിൽക്കണം.
അതല്ലാത്ത കാലത്തോളം ആ ദീനിൽ എന്തോ നിലക്കുള്ളതായ പോരായ്മ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഇവിടെ സർവ്വ പ്രസ്ഥാനങ്ങൾക്കുള്ളതായ തകരാറുകൾ. അപ്പോൾ ആ തകരാറുകൾ മനസ്സിലാക്കി കൊണ്ടിട്ട് ആണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി മഹാന്മാർ ആലോചിച്ചു. ഈ നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ദീനിൻ്റെ അടിസ്ഥാനം തന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോകും. ദീനിനെ വെറും ഖുർആനിൽ കൂടിയും ഹദീസിൽ കൂടിയും മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അതല്ലാത്ത മനസ്സിലാക്കേണ്ട പലതും റസൂലുള്ളാഹിയും അള്ളാഹും റസൂലും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതും കൂടി മനസ്സിലാക്കുമ്പോഴേ ഈ ദീനിനെ മനസ്സിലാക്കൽ അത് പൂർണ്ണമാവുള്ളൂ. അതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ മനസ്സിലാക്കാൻ ആവശ്യമാവുന്ന എല്ലാ രേഖകളും, ആ രേഖകളെ മുഴുവൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളിയതാണ്. ആ രേഖകൾ വിശുദ്ധ ഖുർആനിന് മനസ്സിലാക്കാൻ പറ്റിയതായ അയിമ്മത്ത് അവർ മനസ്സിലാക്കി തരുന്നതും ആ രേഖകളിൽപ്പെട്ടതാണ്. ഈ അടിസ്ഥാനത്തിൽ ദീനിനെ മനസ്സിലാക്കണം. അതാണ് വിശുദ്ധമായ ദീൻ. അന്നൽക്കുള്ള ദീനിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്, നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന മശായിഖന്മാർ വളരെയധികം ആത്മാർത്ഥതയോടുകൂടി നല്ല നീയത്തോടു കൂടി സ്ഥാപിച്ചതായതുകൊണ്ട് അതിങ്ങനെ എന്താണ് ഓരോ ദിവസവും അത് ഉയർന്ന് ഉയരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മഹത്താവുന്നതായ സംഘടന അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അത് നേതാവാവണമെന്നില്ല, ഒരു ചെറിയ പ്രവർത്തകനായിക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റിയാലും അത് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിട്ട് ആ മഹാന്മാരോടുള്ളതായ ആ സുഹബത്ത് അഹ്ലു റജുലിൻ ഫി അൽഫി റജുൽ ഖൈറും മിൻ വഅദി അൽഫി റജുലിൻ ഫി റജുൽ എന്ന് മഹാന്മാർ പറഞ്ഞതുപോലെ ആ സുഹബത്ത് കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നതായ ആ ഒരു പരിവർത്തനം, അല്ലെങ്കിൽ അത് വളരെ ശക്തമായ ഒരു പരിവർത്തനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാരോടുള്ള ഈ സുഹബത്തിനെ നിലനിർത്തിക്കൊണ്ട് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ വളരെയധികം ഇഷ്ടപ്പെട്ടതായ സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവർ ഇവിടുന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ തന്നെ നമ്മളോട് പറയലുണ്ട്. കുട്ടികളൊക്കെ കോളേജിൽ ചേരാൻ വരുമ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ അവർ അത്രമാത്രം എല്ലാ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും അവരൊക്കെ നമ്മൾക്ക് കയറ്റി എടുത്തോ അല്ലെങ്കിൽ എടുത്തോളി ഇതൊക്കെ പറയും. അവരൊക്കെ പിന്നെ ശരിയായിക്കോളും നന്നായിക്കോളും എന്നൊക്കെ മൂപ്പര് പറയലുണ്ട്. അതൊക്കെയാണ് അവിടുന്ന് പഠിച്ചു വന്ന പലരും. ആ പഠനകാലത്ത് വലിയ പ്രഗത്ഭരല്ലാത്തവരൊക്കെ പിന്നീടൊക്കെ ഒരു പ്രഗത്ഭരായി വലിയ നിലക്ക് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ചെറിയ ഒരു നിലക്കുള്ള ഒരു കുറഞ്ഞ ആളുകളായി നിന്ന് പുറത്തു പോയപ്പോൾ തന്നെ നമ്മുടെ ഈ വിഭാഗത്തിൽ ഉറച്ചു നിന്നും കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചതൊക്കെ അന്ന് ശൈഖുനാ ശംസുൽ ഉലമയിൽ നിന്നും മറ്റൊക്കെ കിതാബ് ഓതിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന പല പണ്ഡിതന്മാരും. അപ്പോൾ അവരൊക്കെ വളരെ ശക്തമായ നിലക്ക് ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കൂട്ടായ്മയോട് കൂടി പ്രവർത്തിക്കാം. കഴിവുള്ള ആളുകളൊക്കെ നമ്മൾ അവരെ മനസ്സിലാക്കി അവരെ നമ്മൾ പിന്നെ പ്രതീക്ഷിക്കേണ്ട സ്ഥലത്തൊക്കെ അവരെ പ്രതീക്ഷിച്ച് പക്ഷേ കഴിവുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെ കഴിവ് ഒരിക്കലും പാളിപ്പോകാൻ പാടില്ല. നമ്മളൊരു പ്രത്യേകമാവുന്ന അതിർവരമ്പിൻ്റെ ഉള്ളിലാണുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ ഈ അതിർവരമ്പ്, ഈ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാവണം. അതിനെ ഭേദിച്ചുകൊണ്ടുള്ളതായ ഒരു പ്രവർത്തനം ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. എഴുതാൻ കഴിയുന്നവർ എഴുതണം. പക്ഷേ ആ എഴുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പുഷ്ടിപ്പെടുത്താനാവണം, അതിനെ ശക്തിപ്പെടുത്താനാവണം. അതിൻ്റെ വിമർശനമായും കൊണ്ട് മാറാൻ പാടില്ല. പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കണം, അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർത്താൻ വേണ്ടിയാവണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഏതെങ്കിലും നിലക്കുള്ള പോറലുണ്ടാക്കാവുന്ന ഒരു പ്രസംഗം നമ്മളിൽ നിന്ന് ആരിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ദർസ് നടത്തുന്നവർ നല്ല നിലക്ക് ദർസ് നടത്തണം. കുട്ടികളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ കീഴിലായിക്കൊണ്ട് അവരെ പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ, അവരെ നമ്മൾ ശക്തമായി പിടിച്ചു നിർത്തണം. നമ്മൾ മഹല്ലുകളെ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ കീഴിൽ പ്രവർത്തകരും ഇവിടുത്തെ മറ്റ് ഉമറാക്കളും ഇവരൊക്കെ ചെയ്യേണ്ടതാണ്. ഓരോ മഹല്ലത്തുകളും ആ മഹല്ലത്തുകൾ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ മഹല്ലത്തുകളായി കൊണ്ടിട്ട് ആ മഹല്ലത്തുകളെ വളർത്തിയെടുക്കാനും അതിനെ ശക്തിപ്പെടുത്താനും വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. അതുപോലെ തന്നെ ഉമറാക്കൾ എപ്പോഴും ഇവിടുത്തെ ഈ മഹാന്മാരാവുന്നതായ ഉലമാവ്, ആ ഉലമാവിൻ്റെ നേതൃത്വം അനുസരിച്ചുകൊണ്ട് ഉലമാവിനോട് കൂടി നിന്നും കൊണ്ടിട്ട് പ്രവർത്തിക്കണം.
ഉലമാവ് ഉമറാവ് നന്നാവുക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിൽ നല്ല ഇതിൻ്റെ അർത്ഥം, രണ്ടും സമന്നല്ല. ഉലമാവിനെ അനുസരിച്ച് കൊണ്ട് ഉമറാവ് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉലമാവും ഉമറാവും നന്നാവുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് പഴയ കാലത്തൊക്കെ ഉള്ള ഉമറാക്കന്മാരൊക്കെ. അന്ന് വലിയ രാജാക്കന്മാർ പലരുണ്ടായില്ലേ, അവരൊക്കെ ഉമറാക്കൾ മുഴുവനും ഉലമാവിൻ്റെ കൽപ്പനകൾ ചോദിച്ചു. ഉലമാവ് എന്താ പറയുന്നത് അത് ചെയ്യാനാണ് അവർ. ഉലമാവും ആ നിലക്കുള്ളതായ ഒരു ത്രാണിത്വം ഉലമാവിക്ക് ഉണ്ടാവണം. ഉലമാവിനെ അംഗീകരിക്കപ്പെടുന്നതായ ഒരു സ്വഭാവം ഉലമാവിലുണ്ടാവണം. മഹാനാവുന്ന അബൂ ഹാസിമി തങ്ങൾ പറഞ്ഞില്ലേ, കാനൽ ഉലമാവോ ഫീമാമല്ല, കഴിഞ്ഞ കാലത്ത് പണ്ഡിതന്മാർ അവരെ സ്വഭാവം തീർന്ന് യത്ലൂബൂനഹും അസ്സലാത്തീൻ, രാജാക്കന്മാരൊക്കെ അവരെ തേടി ഇങ്ങോട്ട് വരും. എന്നാലും ഉലമാവ് എന്താ ചെയ്ത് കയറി ഒളിക്കലാണ്. ഈ രാജാവ് ആയ അല്ലെങ്കിൽ ഈ അമീർ അല്ലെങ്കിൽ ഈ ധനാഢ്യൻ ഇയാളെന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ചിലപ്പോൾ നമുക്കത് വൈപ്പെടാൻ പറ്റാത്തതായിരിക്കും എന്ന് കണ്ടിട്ട് അവർ ഒളിച്ചോടില്ലെന്ന് യഫിറൂന മിൻഹും, ഇവരെ കാണുമ്പോൾ തന്നെ അവർ ഒളിച്ചോടും പണ്ഡിതന്മാർ. പണ്ട് പഴയ കാലത്ത് കേട്ടില്ലേ, പല അയിമത്തിൽ നിന്നുള്ള പലരും അവരെ ഖാദി സ്ഥാനത്തിന് വേണ്ടി ഏൽപ്പിക്കപ്പെടാൻ വേണ്ടി വിളിച്ചപ്പോൾ നാട്ടിൽ നിന്ന് ഒളിച്ചോടിയവരുണ്ട്. അത് ഏൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അത് കാലത്തിൻ്റെ വ്യത്യാസം നോക്ക്. ഇന്നിപ്പോൾ നമ്മൾ അന്വേഷിച്ച് കിടക്കുകയാണ് എവിടെയാണ് കിട്ടുക, മനസ്സിലായില്ല, ആരാണ് ഇപ്പം മരിച്ചിട്ട് അതിൻ്റെ മുമ്പ് തന്നെ പോയി പേര് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നു നമ്മൾ. അപ്പോൾ പഴയ കാലത്ത് ഉലമാ അങ്ങനെ ഇരുന്ന അമ്മല്യവും ഇന്നത്തെ ദിവസത്തിലോ പണ്ഡിതന്മാർ ഈ കാലഘട്ടത്തിൽ ജമഉൽ ഇൽമ ബിഹദാഫീരിഹി, ഇൽമിനെ അതിൻ്റെ എല്ലാ വേരുകളടക്കം അവരെന്താക്കി ഇൽമിനെ അവർ പഠിച്ചു. എന്നിട്ടോ അവർ സുൽത്താന്മാർ, അമീറന്മാർ, രാജാക്കന്മാർ, അതുപോലെ തന്നെ മുതലാളിമാർ ഇവരെ വയ്യാൽ അങ്ങോട്ട് ഓടുകയാണ് അവരെ കാണാൻ വേണ്ടിയിട്ട്. ഓടുമ്പോഴോ ഓഹും യഫിറൂന മിന്നു, ആ മൂല്യർ വരേണ്ട എന്തെങ്കിലും പിരിവിനായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ ഒളിച്ചോടി പോണതായ ഒരു കാലഘട്ടമാണെന്നുള്ളത്. അപ്പോൾ ഉലമാവ് എന്ത് വേണം? ഉലമാവിൻ്റെ ആ പ്രൗഢിയും ആ ഗാംഭീര്യവും ആ ഉലമാവിന് വേണ്ടതായ എല്ലാ സ്വഭാവങ്ങളോട് കൂടിയാവണം ഉലമാവ് നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ ഉലമാവിനെ അംഗീകരിക്കും ഉമറാവ് ഉലമാവിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അവരും ദീനിനെ സഹായിക്കും. ഇത്